ഈ കുക്കർ ഇങ്ങനെ പോലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചല്ല. ചെയ്യാൻ തുടങ്ങണ മുന്നേ ഗൂഗിളിൽ ഒരു റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് ഗൂഗിൾ നോക്കിയപ്പോൾ ഗൂഗിളുമായി തന്നത് ഫുള്ളതാ ഈ ഒരു ടൈപ്പ് കുക്കറാ. പിന്നെ യൂട്യൂബിലൊക്കെ ഇതുപോലെ മിനിയേച്ചർ ആയിട്ടുള്ള ക്ലേ ആയിട്ട് നോക്കിയപ്പോഴും കുക്കറിന്റേതായിട്ട് നല്ലതൊന്നും എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയില്ല. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് അടുക്കളയിൽ പോയി നമ്മുടെ കുക്കർ നോക്കി അത് കഴിഞ്ഞിട്ട് നേരെ വന്നിരുന്ന് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് തീരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിപ്പോ ഏത് കമ്പനിയുടെ കുക്കറാണ്. കാരണം വേറൊന്നല്ല, നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ കാണുന്ന എക്സാക്ട് കുക്കർ കണക്ക് നമുക്ക് ക്ലേ വെച്ച് ചെയ്യൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഡീറ്റെയിലിങ്ങിനൊക്കെ ചെയ്യാം, പക്ഷെ ഒരു പരിധിയില്ലേടേ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇത്രമാത്രം ഇഷ്ടമാവൂന്ന്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ അങ്ങനെ 20K സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാൻ 10Kക്കുള്ള ഗീവ് അവേയുടെ പ്ലാനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ 20K ആയത്. അപ്പൊ എന്തായാലും രണ്ടിനും കൂടെ ചേർത്തിട്ട് ഉടനെ തന്നെ ഞാൻ ഗീവ് അവേ അനൗൺസ് ചെയ്യും. മിസ് ചെയ്യാതിരിക്കാനായിട്ട് എല്ലാവരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂലേ. പിന്നെ ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കി ഈ സാധനങ്ങളൊക്കെ പെയിന്റ് ചെയ്ത് കാണാനായിട്ട് ആഗ്രഹമുണ്ടോന്ന്. കൂടുതലും പേരും പറഞ്ഞത് ഈ ഒരു നാച്ചുറൽ കളറിൽ തന്നെ കാണാനാണ് ഇഷ്ടം എന്നാണ്. പിന്നെ കുറെ പേര് പറഞ്ഞു അവർക്കൊക്കെ പെയിന്റ് അടിച്ച് കാണണോന്ന്. അപ്പൊ പെയിന്റ് അടിച്ച് കാണണോന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ച് നോക്കാം. കാരണം പെയിന്റ് അടിച്ച് കാണണോന്ന് പറയുന്നവരുടെ ആഗ്രഹം നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ. പിന്നെ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിൽ റിയൽ ആയിട്ട് കുക്ക് ചെയ്ത് കാണിക്കാവോന്ന്. ഞാൻ ഈ സാധനങ്ങളൊക്കെ എയർ ഡ്രൈ ചെയ്ത് ഉണക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യാൻ നേരം ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് അറിയില്ല. ചിലപ്പോ പൊട്ടിപ്പോവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് വേറെ എന്തെങ്കിലും രീതിക്ക് ഡ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നമുക്ക് കുക്കിങ്ങിനെ പറ്റി ചിന്തിക്കാം. കാരണം എനിക്ക് അതിൽ കുറെ ഡൗട്ട് ഉണ്ട്. കാരണം ചെയ്ത് വെച്ച ഉടനെ നമ്മൾ ഹീറ്റ് കൊടുത്ത് ഡ്രൈ ആക്കണമായിരുന്നോ, അല്ലെങ്കിൽ ഈ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഇനി ഹീറ്റിൽ വെച്ച് ഡ്രൈ ആക്കാൻ പറ്റുമോ, അങ്ങനെ കുറെ ഡൗട്ട് ഉണ്ട് എനിക്ക്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആർക്കെങ്കിലും ആധികാരികമായിട്ടൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമന്റിൽ ഇട്ടേക്കണേ. എന്നതാ ഇപ്പൊ നിങ്ങളൊരു സൗണ്ട് കേട്ടില്ലേ, ഇത് വീട്ടിലെ കുക്കറിൽ നിന്ന് വന്ന സൗണ്ട് ആട്ടോ. ഞാൻ എന്തായാലും അത് റിമൂവ് ചെയ്യുന്നില്ല, ചുമ്മാ ഒരു രസത്തിന് കിടക്കട്ടെ. നമ്മൾ ഉണ്ടാക്കുന്നതും കുക്കറാണല്ലോ. പിന്നെ നമ്മളാ പറഞ്ഞുകൊണ്ടിരുന്ന ഡ്രൈ ആക്കൽ പരിപാടി അങ്ങനെ ഒന്നും നടന്നില്ലെന്നാണെങ്കിൽ നമുക്ക് രണ്ടും കൽപ്പിച്ചൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. കാരണം നിങ്ങളെ പോലെ എനിക്കും ഇഷ്ടമാണ് മിനിയേച്ചർ കുക്കിംഗ് വീഡിയോസ് ഒക്കെ. ഞാനിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുക്കറിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള വിസിലാട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിസില് വേറെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ എനിക്ക് എന്തോ അത് വെച്ചു കൊടുത്തപ്പോ അത്ര ഇഷ്ടം തോന്നിയില്ല. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് ആ നേരത്തെ ചെയ്ത സാധനത്തിൽ തന്നെ വീണ്ടും വിസിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെയ്ത വിസിലാണോ അല്ലെങ്കിൽ ഇപ്പതാ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് വിസിലാണോ ഇഷ്ടപ്പെട്ടെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെങ്ത് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കണക്കിന് വെട്ടിക്കുറച്ചാണ് 3 മിനിറ്റിലേക്ക് ആക്കിയത്. അതിനർത്ഥം നമ്മുടെ കുക്കർ ഉണ്ടാക്കല് ഇത്രയും ദിവസം ചെയ്തതിൽ ഏറ്റവും ടൈം എടുത്ത് ചെയ്തൊരു പ്രോസസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ വെച്ചു കൊടുക്കുന്ന ഈ സാധനം അതെന്താന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ അവസാനം നമ്മുടെ കുക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ ആദ്യം പറഞ്ഞ ഏത് മോഡൽ കമ്പനിയുടെ ആണെന്നൊന്നും എനിക്കറിയില്ല. തൽക്കാലം നമുക്ക് ലേസി ഡേസി എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കുക്കറിന് എത്ര ലവ് കൊടുക്കും, കൂടാതെ ഒരു ലൈക്ക് ഒക്കെ തരൂലേ.